ജോജീസ് വ്യൂവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഓട്ടോ ഡ്രൈവറെയാണ്. മഹീന്ദ്രയുടെ പുതിയ ഇലക്ട്രിക് ഓട്ടോ ട്രിയോ, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും മറ്റുള്ളവരിലേക്ക് പകരുവാൻ ഇത് സഹായിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ചേട്ടൻ ഈ ഓട്ടോ എടുത്തിട്ട് എത്ര നാളായി? 1 വർഷവും 6 മാസവും. ഈ ഓട്ടോയുടെ ഗുണങ്ങളൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ? അതിനെന്താ, ഒന്നാമത്തെ ഗുണമെന്ന് പറഞ്ഞാൽ അലച്ചിലില്ലാതെ പ്രയാസമില്ലാതെ നമുക്ക് ഡ്രൈവ് നടത്താം. രണ്ടാമത്തെ ഗുണം ഇന്ധന ലാഭമാണ്. പെട്രോളിന്റെ അമിതവില കാരണമാണ് ഈ ഓട്ടോ വാങ്ങാൻ ഇടയായത്. എന്നാൽ ഇപ്പോൾ ഇതിന്റെ ഇന്ധനത്തിനും ഞാൻ വാങ്ങിയ സമയത്തേക്കാൾ ഇരട്ടി ചാർജാണ്. ഇന്ധനമെന്ന് പറഞ്ഞാൽ കറണ്ട്. എന്നാൽ പിന്നെ ദോഷങ്ങൾ നോക്കാം. ദോഷം പറഞ്ഞാൽ കമ്പനി 3 വർഷമാണ് ഈ ഓട്ടോയ്ക്ക് വാറണ്ടി തരുന്നത്. എന്നാൽ ഈ വണ്ടി ഓടണമെങ്കിൽ ഈ ചാർജർ വേണം. ഇതിന് കമ്പനി 1 വർഷ വാറണ്ടിയേ തരുന്നുള്ളൂ. അതൊരു ദോഷമാണ്. കാരണം 1 വർഷം കഴിഞ്ഞ് കേടായാൽ പുതിയ ചാർജർ വാങ്ങണം. അതിന് ഏതാണ്ട് 15,000 രൂപ വരും. അങ്ങനെ നോക്കുമ്പോൾ അടിക്കാതിരുന്ന പെട്രോൾ അടിച്ചതുപോലെയാകും. ലാഭം തദൈവ. അതിന് നിങ്ങൾക്ക് യൂണിയനുകളൊന്നുമില്ലേ? യൂണിയനുകൾ സത്യത്തിൽ ഓരോ പാർട്ടിക്കും തങ്ങളുടെ പാർട്ടിക്ക് ആളെ കൂട്ടുന്നതിനും പിരിവ് എടുക്കുന്നതിനും മാത്രമാണ്. ഓട്ടോക്കാരുടെ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് അവർ കടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് പല യൂണിയനുകളുമുള്ള മോട്ടോർ തൊഴിലാളികളുടെ കുടുംബം വിചാരിച്ചാൽ ഇവിടുത്തെ സർക്കാർ ജീവനക്കാരേക്കാൾ കൂടുതൽ വരും. അതുകൊണ്ട് അവർ നേടിയെടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾക്ക് നേടിയെടുക്കാൻ പറ്റും. പക്ഷേ എന്തോ ഒരു തടസ്സം. ആ തടസ്സം ആരാണ്? യൂണിയനുകളാണോ? സർക്കാരാണോ? കമ്പനികളാണോ? അതോ നമ്മളെ തന്നെ ഗ്രസിച്ചിരിക്കുന്ന സ്വാർത്ഥതയും ഭയവുമാണോ? സമൂഹത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. 40 വർഷമായി മോട്ടോർ ഓടിക്കുന്ന ഒരു തൊഴിലാളിയും 40 വർഷമായി തൊഴിലാളിയുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരുടെയും അവസ്ഥ ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ലോൺ വാങ്ങി ജീവിക്കുവാൻ വണ്ടിയെടുക്കുന്നവന് സർവീസ് സെന്റർ മാത്രം പോരാ. വണ്ടിയുടെ റിപ്പയർ സമയത്ത് ചെയ്തു കൊടുക്കുവാനും സ്പെയർ പാർട്സ് ലഭ്യമാക്കാനും മെക്കാനിക്കുകളെ ഉറപ്പുവരുത്തുവാനും കമ്പനിക്ക് അനുമതി കൊടുക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ ശ്രദ്ധ പുലർത്തി വേണം ഓരോ സംരംഭത്തിനും ആരംഭം കുറിക്കുവാൻ. ഇൻഷുറൻസ് ടാക്സ് ഇനത്തിൽ മോട്ടോർ തൊഴിലാളിയുടെ പയറ്റത്തടിക്കാത്ത രീതിയിൽ നിർണയിക്കുവാനും സർക്കാരുകൾക്ക് കഴിയണം. ക്ഷേമനിധി എന്ന പേരിൽ കുറച്ചു പേർക്ക് സൂഹിക്കാനുള്ള പ്രസ്ഥാനങ്ങൾ സത്യത്തിൽ ഓരോ മോട്ടോർ തൊഴിലാളിക്കും ഉപകാരമാണോ, അത് ആവശ്യമുണ്ടോ എന്ന് സർക്കാരും യൂണിയനുകളും ചിന്തിക്കേണ്ട സമയം ആയിരിക്കുന്നു. അല്ലാതെ ചില്ലറകൾ വാങ്ങി സത്യം നശിപ്പിച്ച് പാവങ്ങളെ കുരുതി കൊടുത്ത് അവരെ നട്ടം തിരിക്കരുത്. ഇതൊരപേക്ഷയാണ്, വണ്ടിയോടാണെങ്കിലും തെണ്ടിയോടാണെങ്കിലും. എവിടെയാണ് പാളിച്ച? എല്ലാവർക്കും അറിയാം, എന്നാൽ എല്ലാവരും കണ്ണടയ്ക്കുന്നു. എല്ലാവർക്കും അറിയാം പരിഹാരം, എല്ലാവരും മൗനിയാകും. മൗനം ശുദ്ധമാക്കാനും അടഞ്ഞ കണ്ണുകൾ തുറക്കാനും തുറപ്പിക്കാനും